15ാം കേരള നിയമസഭ പിരിച്ചുവിട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് നിയമസഭ പിരിച്ചുവിട്ടത്. ആർ ശ്രീജിത്ത് തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഒരു സ്വാഭാവിക നടപടിയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അമൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 140 മണ്ഡലങ്ങളിലെയും വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പേരുകൾ വെച്ചുകൊണ്ടുള്ളൊരു വിജ്ഞാപനം ഇറക്കും. അതിനുശേഷം ഗവർണർ ചെയ്യേണ്ട ഒരു നടപടിയാണ് നിലവിലുള്ള നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് വിജ്ഞാപനം ഇറക്കുക. അങ്ങനെയാണ് 15ാം കേരള നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. അതായത് പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിന് മുന്നോടിയായുള്ള നടപടികൾ, സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കുന്നു എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി അടുത്ത നിയമസഭാ രൂപീകരണത്തിലുള്ള കളമൊരുങ്ങലാണ്. അതായത് നിലവിൽ ജയിച്ച UDFന്റെ നേതാവ്, നിയമസഭാ കക്ഷി നേതാവ് ആരാണോ അത് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ തനിക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് കാണിച്ച് ഗവർണർക്ക് കത്ത് നൽകും. MLA-മാരുടെ ഒപ്പിട്ട കത്ത് കൈമാറും. അതിനുശേഷമാണ് സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ ഔപചാരികമായി നിലവിലുള്ള മന്ത്രിസഭയ്ക്ക് പുതിയ മന്ത്രിസഭയെ ക്ഷണിക്കുന്നത്. ആ നടപടികളിലേക്ക് കടക്കുന്നു. അതിൻ്റെ ആദ്യപടിയാണ് 15ാം കേരള നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ആ നടപടി. ഇനി 16ാം കേരള നിയമസഭയാണ് നിലവിൽ വരേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.